ഹലോ വെൽക്കം ബാക്ക് ടു K2 സിവിൽ ആൻഡ് മെക്കോറ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 2 ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ K2 സിവിൽ ആൻഡ് മെക്കോറ. സോ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എന്തൊക്കെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റത്തെയാണ് സർവേയിങ്, ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിളും ഇമ്പോർട്ടൻസും ആണ് നോക്കുന്നത്. രണ്ടാമത്തെയാണ് സിമെൻറ്റ് കോൺക്രീറ്റ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസ്, പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്സും ആണ്. മൂന്നാമത്തെയാണ് സ്റ്റീൽ സെക്ഷൻ ആൻഡ് സ്റ്റീൽ റിൻഫോഴ്സ്മെൻറ്റ് ടൈപ്പ് ആൻഡ് യൂസസ്. നാലാമത്തെയാണ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സർവേയിങ് എന്താണെന്ന് നോക്കാം. സർവേയിങ് എന്ന് വെച്ചാൽ സർവേയിങ് ഇസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് വേരിയസ് പോയിൻറ്റ്സ് ഓർ സ്റ്റേഷൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ബൈ മെഷറിംഗ് ദി horizontal and vertical distance, angle and taking the details of these points and by preparing a map or plan to any suitable scale. അതെന്താണെന്ന് വെച്ചാൽ സർവേയിങ് എന്താണെന്ന് വെച്ചാൽ ഒരു പൊസിഷനിലുള്ള ഒരു പോയിന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സർവേയിങ്. അതെങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ എർത്തിൻ്റെ മുകളിലൊരു പോയിന്റിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ആംഗിളും അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്തിട്ട് അതൊരു പ്ലാനോ അല്ലെങ്കിൽ മാപ്പോ ആയിട്ട് ഒരു സൂട്ടബിൾ സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യും. അതാണ് സർവേയിങ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ്. സർവേയിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് അടുത്ത നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെയാണ് ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദി ഏരിയ സർവേ ചെയ്തിട്ടുള്ള ഏരിയൻ്റെ പ്ലാനോ മാപ്പോ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ അടുത്താണ് ടു എസ്റ്റാബ്ലിഷ് ദി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അടുത്താണ് ടു പ്രിപ്പയർ നാവിഗേഷൻ ചാർട്ട്, അതേപോലെ തന്നെ ടു പ്രിപ്പയർ ആസ്ട്രോണോമിക്കൽ ചാർട്ട് അതേപോലെ തന്നെ നാവിഗേഷൻ ചാർട്ടും പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒന്നാണ് ടു സെറ്റ് ഔട്ട് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്. അതാണ് ലാസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ്. അടുത്ത നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ആണ്. നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ്സ് ഫ്രം 2 പോയിന്റ്സ് ഓഫ് റെഫറൻസും അതേപോലെ തന്നെ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടും. സോ ഫസ്റ്റത്തെ ആയ ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ്സ് ഫ്രം 2 പോയിന്റ്സ് ഓഫ് റെഫറൻസ് എന്നാന്ന് നോക്കാം. അതെന്നാന്ന് വെച്ചാൽ നമുക്കൊരു പോയിന്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കുറഞ്ഞത് 2 മെഷർമെൻ്റ് എങ്കിലും ബേസ് ചെയ്തിരിക്കണം. മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അതൊന്നിക്കൽ ആംഗുലാർ ആവാം അല്ലെങ്കിൽ ലീനിയർ മെഷർമെൻറ്റും ആവാം. ഇതിൽ നമുക്ക് 5 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫസ്റ്റത്തെ എക്സാമ്പിളായ ഇതിൽ PQ ആണ് ബേസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ QR-ഉം PR-ഉം മെഷറബിൾ ആണെങ്കിൽ നമുക്ക് ഈ 2 ഡിസ്റ്റൻസ് Qന്ന് PR ഡിസ്റ്റൻസ് ആർക്ക് വരയ്ക്കും, പിന്നെ QR ഡിസ്റ്റൻസ് ആർക്ക് വരച്ചാൽ നമുക്ക് R-ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ. സോ ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. PQ ബേസ് ലൈനാണ് എക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിഡ് പോയിന്റിലാണ് എസ് പ്ലേസ് ചെയ്യുന്നത്. ഈ SR മെഷറബിൾ ആണെങ്കിൽ നമുക്ക് ആറിൻ്റെ പോയിന്റ് 90 ഡിഗ്രി ആംഗിളിൽ വരച്ചാൽ ആറിൻ്റെ പോയിന്റ് നമുക്ക് എവിടെയാണ് പൊസിഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിളാണ് ഇത്. PQ ബേസ് ലൈനാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നിട്ടില്ലേ PQR ആംഗിളും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ QR മെഷറബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ആറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്താണ് ഇതിന് PQ ബേസ് ലൈനാണ്. അതേപോലെ തന്നെ PQR ആംഗിളും അതേപോലെ തന്നെ QPR ആംഗിളും തന്നിട്ടുണ്ട്. സോ നമുക്ക് രണ്ടും യൂസ് ചെയ്തിട്ട് കോമ്പസ് ഉപയോഗിച്ചിട്ടോ അല്ല പ്രൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിളാണ് PQ ബേസ് ലൈനാണ്. അതേപോലെ തന്നെ PQR ആംഗിൾ തന്നിട്ടുണ്ട്. ദെൻ PR മെഷറബിളും ആണ്. സോ നമുക്ക് ആ 2 വാല്യൂസും വെച്ചിട്ട് ആറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ്സ് ഫ്രം 2 പോയിന്റ്സ് ഓഫ് റെഫറൻസ്. അടുത്ത് നോക്കാൻ പോകുന്ന വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടാണ്. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി മെയിൻ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ബോത്ത് പ്ലെയിൻ സർവേയിങ് ആൻഡ് ജിയോഡറ്റിക് സർവേയിങ് ടു സർവേ എ വാസ്റ്റ് ഏരിയ such as town or a big estate. First, a system of control point is established with great precision to form the boundary lines of the area. This is the main skeleton of the survey. The above control point may be established by triangulation or by running a traverse surrounding the area. Then the main triangles and traverse are broken into smaller ones and measured using less laborious method. ഇതിൽ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
വലിയ ഏരിയ ഉണ്ടല്ലോ, ബിഗ് ടൗണ്, അതേപോലെ തന്നെ വലിയ വലിയ ബിഗ് എസ്റ്റേറ്റ്, ഇതിനെല്ലാം സർവേ ചെയ്യാനാണ് ഈ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് യൂസ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നല്ല പ്രിസിഷനുള്ള ഒരു കൺട്രോൾ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ആ പോയിന്റ് വെച്ചിട്ട് ഒരു ബൗണ്ടറി ലൈന് വരും. ഈ ബൗണ്ടറിയാണ് നമ്മുടെ സർവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള സ്കെലറ്റൻ. ഈ കൺട്രോൾ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ട്രാങ്കുലേഷൻ വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വഴിയോ ആയിരിക്കും, ട്രാവേഴ്സ് വഴിയോ ആയിരിക്കും കൺട്രോൾ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സ്കെലറ്റൻ ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ഏരിയയെല്ലാം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ എറർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുന്നത്. ദെൻ അത് മെഷർ ചെയ്യും. ഇതാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടിൽ പറയുന്നത്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് രണ്ടും മനസ്സിലായല്ലോ. അടുത്ത് നോക്കാൻ പോകുന്നത് പർപ്പസ് ഓർ യൂസസ് ഓഫ് സർവേയിങ് ആണ്. ഫസ്റ്റത്തെയാണ് ഡാറ്റ ഈസ് കളക്റ്റഡ് ഫോർ പ്ലാനിങ്, അനാലിസിസ്, ഡിസൈൻ, കോസ്റ്റ് എസ്റ്റിമേഷൻ ആൻഡ് എക്സ്കവേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് വർക്ക് ഫോർ എഫക്റ്റീവ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. ഡാറ്റ എന്തിനാ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ പ്ലാനിങ്ങിനും അനാലിസിസിനും ഡിസൈനും പിന്നെ കോസ്റ്റ് എസ്റ്റിമേഷനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്താണ് മിലിറ്ററി സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ. പിന്നെ മൂന്നാമത്തേന് എക്സ്പ്ലോറിങ് ദ മിനറൽ വെൽത്ത്. നാലാമത്തേന് പ്രിപ്പറേഷൻ ഓഫ് ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പ്. സോ നമ്മൾ സർവേ ടോപ്പിക് ഇവിടെ കൈയാണ്. അടുത്താണ് സിമെൻറ്റ് കോൺക്രീറ്റ്. സിമെൻറ്റ് കോൺക്രീറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ബൈ മിക്സിംഗ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, വാട്ടർ ആൻഡ് അഡ്മിനിസ്റ്റർ. സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ നമ്മളെ സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, വാട്ടർ, അഡ്മിനിസ്റ്റർ ഇതിൻ്റെ എല്ലാം മിക്സാണ് സിമെൻറ്റ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ. നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സിമെൻറ്റിൻ്റെയും വാട്ടറിൻ്റെയും ക്വാണ്ടിറ്റി ഈ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അഗ്രിഗേറ്റിൻ്റെ ഷേപ്പും സൈസും സ്ട്രെങ്ത്തിനെയും വർക്കബിലിറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്താണ് ഈ സിമെൻറ്റ് കോൺക്രീറ്റിലെ അഗ്രിഗേറ്റ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റത്തെയാണ് സിമെൻറ്റ്. സിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈം വാസ് യൂസ്ഡ് ആസ് എ സിമെൻറ്റിംഗ് മെറ്റീരിയൽ ടിൽ സിമെൻറ്റ് ഈസ് ഇൻവെൻറ്റഡ്. മെജോറിറ്റി ഓഫ് ദി സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈസ് ഡൺ വിത്ത് OPC. ഈ സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ലൈമായിരുന്നു സിമെൻറ്റിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ബിൽഡിംഗ് വർക്കിലെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിമെൻറ്റ് കോൺക്രീറ്റ് എന്താണെന്ന് വെച്ചാൽ OPC എന്ന് വെച്ചാൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഓക്കെ ആണല്ലോ. അടുത്താണ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ദ അഗ്രിഗേറ്റ് വിച്ച് ആർ ബൗണ്ട് ബൈ മീൻസ് ഓഫ് സിമെൻറ്റ് ഫോംസ് ദി ബൾക്ക് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ്. ബോത്ത് ഫൈൻ ആൻഡ് കോസ് അഗ്രിഗേറ്റ് ആർ യൂസ്ഡ് ഇൻ കോൺക്രീറ്റ്. ഹാർഡ്, ഡ്യൂറബിൾ ആൻഡ് ക്ലീൻ aggregate are to be used for this. It should be clean. It should be completely free from organic, vegetable matter, clay, fine dust, etc. അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ഇത് സിമെൻറ്റുമായിട്ടായിരിക്കും ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫൈനും അതേപോലെ തന്നെ കോസ് അഗ്രിഗേറ്റും ഈ കോൺക്രീറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ക്ലീൻ ആയിരിക്കണം, അതേപോലെ തന്നെ ഹാർഡ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിട്ടില്ലായിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതേപോലെ തന്നെ ഇത് ഓർഗാനിക് മാറ്റർ എന്നും വെജിറ്റബിൾ മാറ്റർ എന്നും ക്ലേ, ഡസ്റ്റ് ഇതിനെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കണം. ഇതാണ് അഗ്രിഗേറ്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടറാണ്. വാട്ടർ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോൺക്രീറ്റ് ബിക്കോസ് ഹൈഡ്രേഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ കോൺക്രീറ്റിനെ വാട്ടർ ഉപയോഗിച്ചാൽ മാത്രമേ കോൺക്രീറ്റ് ഹാർഡാക്കാൻ പറ്റുള്ളൂ. ആ പ്രോസസ്സിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ബിക്കോസ് ഹൈഡ്രേഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുള്ളൂ. വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ഷുഡ് ബി യൂസ്ഡ്. ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന വാട്ടർ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഷുഡ് ബി ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം ഹാംഫുൾ ഇമ്പ്യൂരിറ്റീസ് സച്ച് ആസ് ഓയിൽ, ആൽക്കലി, ആസിഡ് അതിനെല്ലാം ഫ്രീ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റ് ആണ്. ഫസ്റ്റത്തെയാണ് റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, RCC എന്ന് പറയും. അതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ക്യാരിങ് ടെൻസൈൽ ഫോഴ്സ്. സ്റ്റീൽ റീൻഫോഴ്സിംഗ് bars are embedded in concrete to rectify it. This in various structural member. This concrete in which steel rods are embedded is called RCC. Beam, column, slab and foundation are constructed with RCC. ഓക്കെ ആണല്ലോ. നമ്മുടെ ഈ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പം വെറും സിമെൻറ്റും ഫൈൻ അഗ്രിഗേറ്റും മാത്രമല്ല അതിൽ കൊടുക്കാം. ഒരു സ്റ്റീൽ റീൻഫോഴ്സിങ് ബാറും കൂടി അതിൽ കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് എല്ലാം ക്യാരി ചെയ്യേണ്ടിയിട്ടായിരിക്കും ഈ
സ്റ്റീൽ റീൻഫോഴ്സിങ് ബാർ കൊടുക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുക റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുക, RCC. ഇതെന്തിനൊക്കെയാണെന്ന് വെച്ചാൽ കോളം, ബീം, സ്ലാബ്, ഫൗണ്ടേഷൻ, ആ കൺസ്ട്രക്ഷനിലായിരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ RCC യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അടുത്താണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ obtained when coarse aggregate of lightweight are used for concrete, also obtained by adding some chemical to develop foam or gas bubbles during mixing. നമ്മളെ കോഴ്സ് അഗ്രിഗേറ്റിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതിലേക്ക് ഫോമോ ഗ്യാസോ അതിൽ മിക്സ് ചെയ്യുമ്പം ആഡ് ചെയ്യും. കാരണം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഫോമോ ഗ്യാസോ ആഡ് ചെയ്യുന്നുണ്ടോ മിക്സിങ് ടൈമിൽ. അതാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അടുത്താണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ കോമ്പോസ്ഡ് ഓഫ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നോ റീൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡ്. റീൻഫോഴ്സിങ് ബാർസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ ഫൈൻ അഗ്രിഗേറ്റ്, സിമെൻറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, അഡ്മിനിസ്ട്രേഷൻ ഇത് മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. കംപ്രഷനിൽ സ്ട്രോങ് ആയിരിക്കും, പക്ഷേ എങ്കിൽ ടെൻഷനിൽ ഭയങ്കര വീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഭയങ്കര വീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ കംപ്രഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വർക്കിലും ഫ്ലോറിംഗ് ഓഫ് ബിൽഡിങ്ങിലും മേക്കിംഗ് പേയ്മെൻറ്റ്സിലും ഒക്കെ ആയിരിക്കും ഈ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്താണ് ഫൈബർ സിമെൻറ്റ് കോൺക്രീറ്റ്. ഫൈബർ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ composite material consisting of cement, fine aggregate, coarse aggregate, water, discontinuous concrete fibers. Impart resistance to impact load, reduce development of crack, improve the durability of concrete. ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റ് ഓഫ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, അതേപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് ഫൈബറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള ഇമ്പാക്റ്റ് ലോഡ് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ക്രാക്കും റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും ഫൈബർ ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അടുത്താണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ ടെൻഷൻഡ് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് റീൻഫോഴ്സ്ഡ് ബാർ. It is induced compressive stress, resists more tensile stress, thereby more load can be carried by the section, used for bridge, railway, sleepers, pipes, etc. ഓക്കെ ആണല്ലോ. നമ്മൾ ഇവിടെ റീൻഫോഴ്സ്ഡ് ബാറിന് പകരം ടെൻഷൻഡ് വയറായിരിക്കും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻഡ്യൂസ് കംപ്രസീവ് സ്ട്രെസ്സും അതേപോലെ തന്നെ ടെൻസൈൽ സ്ട്രെസ് എല്ലാം ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ അതുകൊണ്ട് ഇവിടെ വയറായതുകൊണ്ട് തന്നെ മോർ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബ്രിഡ്ജ്, റെയിൽവേ പൈപ്പ്സ്, റെയിൽവേ സ്ലീപ്പേഴ്സ്, പൈപ്പ്സ് അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞ് അടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റീൽ എന്ന് വെച്ചാൽ the most popular and effective building material. It is an alloy of iron and carbon. It also contains other alloy elements like sulfur, phosphor, manganese, silicon, ക്രോമിയം എക്സെട്ര. നമ്മളെ ബിൽഡിംഗ് മെറ്റീരിയലിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ. ഇതിൻ്റെ അലോയ് എന്ന് വെച്ചാൽ അയേണും കാർബണുമാണ് സ്റ്റീലിൻ്റെ അലോയ്. അതിൽ വേറെ അലോയ്സ് ഉണ്ട്, എലമെൻറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോസ്ഫറസ്, മാംഗനീസ്, സിലിക്കൺ, ക്രോമിയം ഇതൊക്കെയാണ്. സ്റ്റീൽ 2 ടൈപ്പ് ഉണ്ട്. ലോ അലോയ് സ്റ്റീലുണ്ട്, ഹൈ അലോയ് സ്റ്റീലുണ്ട്. ലോ അലോയ് സ്റ്റീലിന് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ, മൈൽഡ് കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. രണ്ടാമത്തിൽ പറയുന്ന ഹൈ അലോയ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലും വരുന്നുണ്ട്. രണ്ടാമത്തെ ടൂൾ സ്റ്റീലും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിൽ എന്താ വേറെ പറയുന്നത് വെച്ചാൽ സ്റ്റീൽ സെക്ഷൻ ആണ് അടുത്ത ചോദിക്കുന്നത്. സ്റ്റീൽ സെക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെയാണ് ആംഗിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഫിഗർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 legs, 2 legs ഉണ്ടാവും. വിച്ച് ആർ ഈക്വൽ ഓർ അൺഈക്വൽ സൈസ്. ഈക്വൽ ആയിട്ടുള്ള സൈസ് ഉണ്ടാവും, അൺഈക്വൽ ആയിട്ടുള്ള സൈസ് ഉണ്ടാവും. These sections are specified as ISA. ISAയിലായിരിക്കും ഈ സെക്ഷൻ സ്പെസിഫൈഡ് ചെയ്യുന്നത്. ISA എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ. അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു എക്സാമ്പിൾ അതിനകത്ത് പറഞ്ഞില്ല. ISA 40x40x3 എന്ന് വെച്ചാൽ
അതിൻ്റെ 2 ലെഗ്സിൻ്റെ സൈസാണ് 40 mm, അതിൻ്റെ തിക്നെസ് ആണ് 3 mm. ഓക്കെ ആണല്ലോ. ആൻഡ് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്തൊക്കെയായിട്ട് 20x20x3 to 200x225 സൈസിലായിരിക്കും ഇത് മെയിനായിട്ട് അവൈലബിൾ ഉണ്ടായിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ വെബ്, ഇതാണ് ഫ്ലാൻസ്. ഇത് ഈക്വൽ ആംഗിളുള്ളത്, ഇത് അൺഈക്വൽ ആംഗിളുള്ളത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റീൽ റൂഫ് ട്രസ് ആൻഡ് ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോറിലും സ്റ്റീൽ റൂഫ് സ്ട്രെസ്സിലായിരിക്കും ഈ ആംഗിൾ സെക്ഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ചാനൽ സെക്ഷൻ. ചാനൽ സെക്ഷൻ എന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റ് ഓഫ് 2 ഈക്വൽ ഫ്ലാഞ്ചസ്. കൺസിസ്റ്റ് ഓഫ് ഒരു വെബും അതേപോലെ തന്നെ 2 ഈക്വൽ ഫ്ലാഞ്ചസും ഇതിൽ ഉണ്ടാവും. ഓക്കെ, അതിൽ വേറെ കാര്യം എന്താ പറയുന്നത് വെച്ചാൽ ദീ സെക്ഷൻസ് ആർ അവൈലബിൾ varying from 100x45 to 400x100 mm. ഇതിൻ്റെ വേരിയബിൾ സൈസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 100x45 to 400x100 mm ഇതിൻ്റെ സൈസ് വാരി ചെയ്യിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ISJC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ, അതുപോലെ തന്നെ ISLC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽ, അതുപോലെ തന്നെ ഒന്ന് ISMC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽ, ISSC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ചാനൽ. ഓക്കെ, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ യൂസ്ഡ് ടു മേക്ക് ബിൽഡപ്പ് കോളംസ് ആൻഡ് ട്രസ് മെമ്പർ. ഓക്കെ ആണല്ലോ. അടുത്താണ് ഐ സെക്ഷൻ. ഐ സെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റോൾഡ് സ്റ്റീൽ ജോയിസ്, RSJ. അതാണ് ഐ സെക്ഷൻ്റെ ഷോർട്ട് ഫോം. അല്ലെങ്കിൽ മെയിനായിട്ട് അതിന് കോൾ ചെയ്യുന്നത് RSJ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ജോയിസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഫ്ലാഞ്ചസ് കണക്റ്റഡ് ബൈ എ വെബ്. ഇതിൽ 2 ഫ്ലാഞ്ചസ് ഉണ്ടാവും, ഒരു വെബിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഐ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇത് അവൈലബിൾ സൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 75x50 to 600x210 mm ഇതിൻ്റെ സൈസ് വേരി ചെയ്യുക. ഇതിലും സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ISJB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, അടുത്താണ് ISLB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം, ISMB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീം, അടുത്താണ് ISWB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വൈഡ് ഫ്ലാഞ്ച് ബീം. ഇതാണ് നമ്മൾ ഫിഗർ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ഉള്ളത് അത് ഈ ഐ സെക്ഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദീസ് ആർ യൂസ്ഡ് ആസ് ബീം, ലിൻഡർ, കോളം, മെമ്പേഴ്സ് ഓഫ് സ്റ്റീൽ ഫ്രെയിംസിലൊക്കെ ഒക്കെ ആയിരിക്കും ഈ ഐ സെക്ഷൻ യൂസ് ചെയ്യുന്ന. അടുത്താണ് T സെക്ഷൻ. T സെക്ഷൻ എന്ന് വെച്ചാൽ ദീസ് ആർ ദ ഷേപ്പ് ഓഫ് ലെറ്റർ T ലെറ്റർ പോലെ ആയിരിക്കും ഇത് കാണാനുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇത് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലാഞ്ച് ആൻഡ് എ വെബ്. ഒരു വെബും ഒരു ഫ്ലാഞ്ചും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇതാണ് ഫിഗർ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ISNT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോർമൽ T, ISHT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി T, ISWC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വൈഡ് WT ആണ് വൈഡ് T, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ST ISSD ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷോർട്ട് T, അടുത്താണ് ISMT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയിറ്റ് T. ഓക്കെ ആണല്ലോ. ഈ സെക്ഷൻ എവിടെയൊക്കെ യൂസ്ഡ് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ആസ് മെമ്പേഴ്സ് ഓഫ് സ്റ്റീൽ റൂഫ് സ്ട്രെസ് ടു ഫോം ബിൽഡപ്പ് സെക്ഷൻ ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ ദി ഫൗണ്ടേഷൻ ഓഫ് വാട്ടർ ടാങ്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റീൽ സെക്ഷൻ കഴിഞ്ഞ് അടുത്താണ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ ഫസ്റ്റത്തെ പറയുന്നതാണ് ആർക്കിടെക്ചറൽ ഗ്ലാസ്. യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ, മോസ്റ്റ് ടിപ്പിക്കലി യൂസ്ഡ് ആസ് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിംഗ് മെറ്റീരിയൽസ് ഇൻ ദി ബിൽഡിംഗ് envelope including window in the external walls, also used as internal partition for its architectural elegance. Glass is used invariably as component for aesthetic, structural safety, sound and thermal insulation, fire safety and solar control. ഓക്കെ ആണല്ലോ. ആർക്കിടെക്ചറിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ടായിരിക്കും ആർക്കിടെക്ചറൽ ഗ്ലാസ്. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. മോസ്റ്റ് ടിപ്പിക്കലി യൂസ്ഡ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിംഗ് മെറ്റീരിയൽസ് ഇൻ ദി ബിൽഡിംഗ്. നമ്മളെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നമ്മൾ വിൻഡോ അതേപോലെ തന്നെ ഗ്ലാസ് ആയിട്ടുള്ള ഡോറ് ഇതിനൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഈ ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽ ഇതൊക്കെയായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാർട്ടീഷൻ വാളായിട്ട് ഇൻറ്റേർണൽ പാർട്ടീഷൻ വാളായിട്ടും ഈ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഇറ്റ്സ് ആർക്കിടെക്ചറൽ എലഗൻസിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ പാർട്ടീഷനായിട്ടും യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻവാരിയബിളി ഹാസ് കമ്പോണൻറ്റ് ഫോർ ഈസ്തെറ്റിക്, സ്ട്രക്ചറൽ സേഫ്റ്റി, സൗണ്ട് ആൻഡ് തെർമൽ ഇൻസുലേഷൻ, ഫയർ സേഫ്റ്റി ആൻഡ് സോളാർ കൺട്രോൾ.
ഇതൊക്കെ ഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫയർ സേഫ്റ്റി ആണ്, സൗണ്ട്, തെർമൽ ഇൻസുലേഷൻ ആണ്, അതുപോലെ തന്നെ സോളാർ കൺട്രോൾ ഉണ്ട്, സ്ട്രക്ചറൽ സേഫ്റ്റി ആണ്. ഇതൊക്കെ നമുക്ക് ഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലാസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള യൂസസ് ആണ് അതൊക്കെ. അടുത്താണ് സെറാമിക്. സെറാമിക് എന്ന് വെച്ചാൽ it is a solid material often used in construction, made from a mixture of mineral, typically silica sand, with a clay binder and some impurities and water. They are fired at a high temperature than brick, so the silicon crystallizes to form glassy material that has higher density, strength, hardness, resistance to chemical and greatest dimensional stability. സെറാമിക്സിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു കൺസ്ട്രക്ഷനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സോളിഡ് മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ടിപ്പിക്കലി ഇത് ഉണ്ടാക്കുന്ന സോളിഡ് സാൻഡ് കൊണ്ടാണ്. കൂടെ അതിൻ്റെ കൂടെ ക്ലേ ബൈൻഡർ ആൻഡ് സം ഇമ്പ്യൂരിറ്റീസും വാട്ടറും എല്ലാം ആഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇത് ബ്രിക്കിനേക്കാൾ കൂടുതൽ ചൂടാക്കുക. അപ്പോൾ സിലിക്ക റീക്രിസ്റ്റലൈസ് ചെയ്യും. അതുകൊണ്ട് അതൊരു ഗ്ലാസി മെറ്റീരിയൽസ് ആയി മാറും. അതിന് ഹയർ ഡെൻസിറ്റിയും ഹയർ ഹാർഡ്നെസ്സും അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ടു കെമിക്കൽ ആൻഡ് ഗ്രേറ്റസ്റ്റ് ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റിയും ഉണ്ടാവും. അടുത്താണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നാച്ചുറൽ ഓർ സിന്തറ്റിക് ഓർഗാനിക് മെറ്റീരിയൽ വിച്ച് ഹാവ് ദി പ്രോപ്പർട്ടി ഓഫ് ബീയിങ് പ്ലാസ്റ്റിക് അറ്റ് സം സ്റ്റേജ് ഓഫ് ഇറ്റ്സ് മാനുഫാക്ചർ വെൻ ഇറ്റ് ക്യാൻ ബി മൗൾഡഡ് ടു റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. എന്ന് വെച്ചാൽ ഓർഗാനിക്കും സിന്തറ്റിക്കും ആയിട്ടുള്ള മെറ്റീരിയൽ അത് ആവശ്യമുള്ള വലുപ്പത്തിലും ആകൃതിയിലും വാർത്തെടുക്കാൻ കഴിയുമെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ടൈമിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാകും. അതാണ് പ്ലാസ്റ്റിക്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്സ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് കൺസ്ട്രക്ഷൻ. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലോറിങ്, റൂഫിങ്, ഇൻസുലേഷൻ, വാൾ ലൈനിങ്, പൈപ്പ്, വിൻഡോ, ഡോർസ്, ഇതിനൊക്കെയാണ് പ്ലാസ്റ്റിക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തെന്ന് വെച്ചാൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ. കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ it is a solid material that results when two or more different materials are combined to create a new substance whose properties are superior to those of the original component in a specific application. എന്ന് വെച്ചാൽ രണ്ടും അതിൽ കൂടുതലും മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഘടകങ്ങളെക്കാൾ മികച്ച സ്വാഭാവിക സവിശേഷതയായിരിക്കും ഈ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മെറ്റീരിയലിന്. ഓക്കെ ആണല്ലോ. അത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആൻഡ് മാസൻട്രി, രണ്ടാമത്തെ കോമ്പോസിറ്റ് വുഡ് സച്ചസ് പ്ലൈവുഡ്, ഇതിനൊക്കെയാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തയാണ് തെർമൽ ആൻഡ് അക്കോസ്റ്റിക് ഇൻസുലേഷൻ മെറ്റീരിയൽ. ഫസ്റ്റ് തന്നെ പറയുന്നത് തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയലിനെ കുറിച്ചാണ്. തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയൽ ഹാവ് പ്രോപ്പർട്ടി ദാറ്റ് റെഡ്യൂസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഒബ്ജക്ട് ഇൻ തെർമൽ കോണ്ടാക്ട്. തെർമൽ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ഒബ്ജക്റ്റിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യാനായിരിക്കും തെർമൽ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യില്ല തെർമൽ ഇൻസുലേറ്റഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫൈബർ ഗ്ലാസ്, മിനറൽ വൂള്, സെല്ലുലോസ്, പോളിയൂളിത്തിൻ ഫോം, അതുപോലെ തന്നെ പോളിസ്റ്റൈരീൻ. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സൗണ്ട് ഇൻസുലേഷൻ മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. സൗണ്ട് ഇൻസുലേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സൗണ്ട് proofing an enclosed area such as room. Sound insulation techniques are often used in business settings. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെർമൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പോലെ തന്നെ ഇതും സൗണ്ട് ഇൻസുലേറ്റ് ചെയ്യാം. ഒരു ക്ലോസ്ഡ് ഏരിയ സൗണ്ട് പ്രൂഫ് പ്രോപ്പർട്ടീസ് ആക്ട് ചെയ്യേണ്ടിയിട്ടാണ് ഈ സൗണ്ട് പ്രൂഫ് ഇൻസുലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന് കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അക്കോസ്റ്റിക് ഫോം, സൗണ്ട് ഇൻസുലേഷൻ ബഡ്സ്, അക്കോസ്റ്റിക് പാനൽ ഓർ ബോർഡ്സ്, അക്കോസ്റ്റിക് ഫാബ്രിക്സ്, അക്കോസ്റ്റിക് കോട്ടിങ്സ്, അവസാനത്തെ ഫ്ലോർ ഔട്ട്ലൈൻമെൻറ്റ്. ഓക്കെ ആണല്ലോ. അടുത്താണ് ഡെക്കറേറ്റീവ് പാനൽ. ഡെക്കറേറ്റീവ് പാനൽസ് എന്ന് വെച്ചാൽ മെയിൻലി യൂസ്ഡ് ഫോർ വാൾസ് ടു ഇംപ്രൂവ് ദി ആംബിയൻസ് ഓഫ് റൂംസ് എക്സെട്ര. ദ പാനൽസ് ആർ ടു ബി വാട്ടർ പ്രൂഫ്, മോയ്സ്ചർ പ്രൂഫ്, ഫയർ റെസിസ്റ്റൻറ്റ് ആൻഡ് ടെർമിറ്റ് പ്രൂഫ്. നമ്മളെ വാൾസിൻ്റെ എല്ലാം ആംബിയൻസും മെയിൻലി യൂസ്ഡ് ഫോർ വാൾസ് ടു ഇംപ്രൂവ് ദി ആംബിയൻസ് ഓഫ് റൂംസ് എക്സെട്ര. റൂംസും അതിൻ്റെ എല്ലാം വാളിൻ്റെയും അതിൻ്റെ എല്ലാം ആംബിയൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിട്ടാണ് ഈ ഡെക്കറേറ്റീവ് പാനൽസ് യൂസ് ചെയ്യുന്നത്. ഈ പാനൽസ് എല്ലാം വാട്ടർ പ്രൂഫ് ആയിരിക്കണം, മോയ്സ്ചർ പ്രൂഫ് ആയിരിക്കണം, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതിങ്ങനെയെല്ലാം
അതുപോലെ തന്നെ തെർമിറ്റ് പ്രൂഫും ആയിരിക്കണം. അത് മെയിൻ ടൈപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാച്ചുറൽ വുഡ് വാൾ പാനൽ, ജിപ്സം പാനൽ, ഫാബ്രിക് പാനൽസ്, ലെതർ പാനൽസ്, ഗ്ലാസ് പാനൽസ്, PVC പാനൽസ്. ഇതൊക്കെയാണ് മെയിൻ ടൈപ്പ്. അടുത്താണ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ. വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ protection to prevent water entering in internal and external building structure like toilet, swimming pool, water tank, internal retaining wall, roof, etc. നമ്മുടെ പുറത്തു നിന്ന് ഉള്ളിൽ നിന്നെല്ലാം വെള്ളത്തിൻ്റെ ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. ഫ്ലോ എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെയെല്ലാം വരുന്ന വാട്ടർ പ്രിവെൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ് ഈ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ടൈപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽസ്, ലിക്വിഡ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ, ബിറ്റുമിനസ്, വാട്ടർ പ്രൂഫിംഗ് പെയിൻറ്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ ടൈപ്സ്. അടുത്താണ് മോഡേൺ യൂസസ് ഓഫ് ജിപ്സം. മോഡേൺ യൂസസ് ഓഫ് ജിപ്സം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജിപ്സം ബോർഡ്, ജിപ്സം ഫൈബർ ബോർഡ്, ഗ്ലാസ് ഫൈബർ റീൻഫോഴ്സ്ഡ് ജിപ്സം വാള്, ജിപ്സം പ്ലാസ്റ്റർ. ഇതൊക്കെയാണ് മെയിൻ യൂസസ് ഓഫ് ജിപ്സം. അടുത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ്. Prefabricated building components എന്ന് വെച്ചാൽ structural components are standardized and produced in plants in a location away from a building site. ഈ നമ്മൾ ബിൽഡിംഗ് സൈറ്റിൽ നിന്ന് കുറച്ച് ദൂരെ നിന്നായിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രീഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then transported to the site for assembly. Okay, the components are manufactured by industrial method used on mass production in order to build a large number of buildings in short time at a low cost. Low costലും അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലും ബിൽഡിങ്സ് എല്ലാം മാനുഫാക്ചർ ചെയ്യാനായിരിക്കും ഈ പ്രീഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് വേഗം ഉണ്ടാക്കാം. മാസ് പ്രൊഡക്ഷൻ ആയാലും പ്രശ്നമില്ല. നമുക്കത് ഉണ്ടാക്കി അത് പിന്നെ നമുക്ക് വേണ്ട സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഇതാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ K2C Village Mech Corner. താങ്ക് യു.